C program for Armstrong numbers. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രോഗ്രാംസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോഗ്രാം ടു ചെക്ക് വെദർ എ നമ്പർ ഇസ് ആംസ്ട്രോങ് ഓർ നോട്ട്. ഇവിടെ നമ്മൾ ഒരു സിംഗിൾ നമ്പർ ഇൻപുട്ട് ആയിട്ട് എൻ്റർ ചെയ്യണു. ആ നമ്പർ ആംസ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ നമ്പർ ഇസ് ആംസ്ട്രോങ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ഇസ് നോട്ട് ആംസ്ട്രോങ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ദെൻ സെക്കൻഡ് പ്രോഗ്രാം ടു പ്രിന്റ് ആംസ്ട്രോങ് നമ്പേഴ്സ് വിത്തിൻ എ ഗിവൺ റേഞ്ച്. അതായത് ഒരു റേഞ്ച് ആയിരിക്കും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അതായത് വിത്തിൻ 100 and 1000 എന്നാണെങ്കിൽ നമ്മൾ 100നും 1000നും ഇടയ്ക്ക് വരുന്ന എല്ലാ ആംസ്ട്രോങ് നമ്പേഴ്സും പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ എന്താണ്, എൻഡിങ് നമ്പർ എന്താണ്. 100, 1000 ഇതാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള വാല്യൂസ് വരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ആംസ്ട്രോങ് നമ്പർ എന്താണെന്ന് നോക്കാം. An n-digit number is said to be an Armstrong number if the sum of its digits raised to the nth power equals the number itself. അതായത് ഒരു n ഡിജിറ്റ് നമ്പർ ആംസ്ട്രോങ് നമ്പർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെ ഓരോ ഡിജിറ്റിൻ്റെയും റേസ്ഡ് ടു n കണ്ടിട്ട് ആ വാല്യൂസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ നമ്പർ തന്നെ കിട്ടുന്നെങ്കിൽ ആ നമ്പർ ആംസ്ട്രോങ് നമ്പറാണ്. അപ്പോൾ ആംസ്ട്രോങ് നമ്പറിന് ഒരു എക്സാമ്പിളാണ് 153. അപ്പോൾ 153 എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. അതായത് n ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇത് ആംസ്ട്രോങ് ആണോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഓരോ ഡിജിറ്റ് കൊടുക്കുക. 1, 5 and 3 ഓരോന്നും റേസ്ഡ് ടു n ചെയ്യുക. അപ്പോൾ ഇവിടെ n 3 ആണ്. അപ്പോൾ 1 റേസ്ഡ് ടു 3, 5 റേസ്ഡ് ടു 3, 3 റേസ്ഡ് ടു 3. ഇത് എല്ലാം കൂടെ സം ചെയ്യുക. ഇത് സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 153 ആയിരിക്കും. അതുകൊണ്ട് 153 ആംസ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ വേറൊരു നമ്പർ എടുക്കണം. ഇപ്പോൾ 59 ആംസ്ട്രോങ് ആണോ നോക്കാൻ ആദ്യം നമ്മൾ അതിനകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ട് നോക്കണം. ദിസ് ഇസ് എ 2 ഡിജിറ്റ് നമ്പർ. അതായത് n ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അത് ആംസ്ട്രോങ് ആണെന്ന് എങ്ങനെ നോക്കാം, അതിൽ ഓരോ ഡിജിറ്റ് കൊടുക്കുക. 5ഉം 9ഉം ഓരോ ഡിജിറ്റും റേസ്ഡ് ടു n ചെയ്യുക. അപ്പോൾ 5 റേസ്ഡ് ടു 2, 9 റേസ്ഡ് ടു 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 59 ആണ്. അതുകൊണ്ട് 59 എന്ന് പറയുന്നത് ആംസ്ട്രോങ് അല്ല. ഇങ്ങനെയാണ് നമ്മൾ ആംസ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതാൻ നോക്കാം. അപ്പോൾ എനിക്ക് ആംസ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട വാല്യൂ ഞാൻ വാൽ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഇപ്പോൾ ഒരു 593 എന്ന് വെക്കുകയാണ്. 593 ആംസ്ട്രോങ് ആണോ നോക്കണം. അപ്പോൾ ആണോ നോക്കാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, 593യുടെ അകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ട് നോക്കണം. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ഒരു എളുപ്പമുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു മെത്തേഡ് പറയാം. നമ്മൾ എന്തായാലും ആംസ്ട്രോങ് നമ്പർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ഡിജിറ്റ് എങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ n ആണ് ഇപ്പോൾ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് വെക്കാൻ വേണ്ടി എടുക്കുന്നത്. ആദ്യം n 0 ആക്കി, എന്നിട്ട് അതിനകത്ത് ഒരു ഡിജിറ്റ് എങ്കിലും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് n-നെ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ എന്തായി, 1 ആയി. അപ്പോൾ 593 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മൾ n ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അത് 1 ആക്കി. അതായത് നമ്മൾ 593ന്ന് ഒരു ഡിജിറ്റിനെ നമ്മൾ കൗണ്ട് ചെയ്തു. അപ്പോൾ 593ന്ന് കൗണ്ട് ചെയ്ത് ഒരു ഡിജിറ്റിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇനി എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് നോക്കണം എന്നായിരിക്കും. അപ്പോൾ കൗണ്ട് ചെയ്ത ഒരു ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഡിജിറ്റിനെ വേണമെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്തു എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഡിജിറ്റിനെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. അപ്പോൾ 593ന്ന് 3നെ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി, 593 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. 593 ഇൻറ്റീജർ ആണ്, 10ഉം ഇൻറ്റീജർ ആയതുകൊണ്ട് ഇൻറ്റീജർ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 59 ആയിരിക്കും. അപ്പോൾ അതിനകത്ത് 3 എന്ന് പറഞ്ഞ ഡിജിറ്റിനെ കളഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ 593 ഇപ്പോൾ ഇരിക്കുന്നത് വാൽ എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. വാൽ ബൈ 10 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 59 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ആ വാലിനകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ 59 എന്ന് പറഞ്ഞതാണ് ഇനി നമ്മുടെ പുതിയ വാൽ. അപ്പോൾ എന്ത് ചെയ്യാം, വാലിനകത്തേക്ക് ഇപ്പോഴത്തെ വാൽ ഡിവൈഡഡ് ബൈ 10 ചെയ്ത വാല്യൂ വെക്കണം. അപ്പോൾ അതിന് എക്സ്പ്രഷനായിട്ട് എങ്ങനെ എഴുതാം, വാൽ ഈക്വൽ ടു വാൽ ബൈ 10. അപ്പോൾ 593 ഡിവൈഡഡ് ബൈ 10 ചെയ്തു, 59 കിട്ടി. അതാണ് ഇപ്പോൾ വാല്യൂ ഉള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ 59-നകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്. നമുക്ക് എന്താ നോക്കാൻ പറ്റുക, 59 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ 0യുടെ മുകളിലാണോ, ഒരു ഡിജിറ്റ് എങ്കിലും ഉണ്ടോ എന്ന് പറയാൻ 0യുടെ മുകളിലാണോ നോക്കിയാൽ മതി. അതായത് വാൽ ഗ്രേറ്റർ ദാൻ 0 ആണ് നോക്കുക. ആണ്. അപ്പോൾ ആണെങ്കിൽ അതിനകത്ത് ഒരു ഡിജിറ്റ് എങ്കിലും ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. n 1 ആയിരുന്നു, അതായത് ഓൾറെഡി നമ്മൾ ഒരു ഡിജിറ്റ് ഉണ്ട് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഒരു ഡിജിറ്റും കൂടി ഉണ്ട്. അപ്പോൾ n-നെ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ n ഇപ്പോൾ 2 ആയി. അപ്പോൾ 593യുടെ അകത്ത് 3നെ നമ്മൾ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ ഒരു ഡിജിറ്റിനെയും കൂടെ നമ്മൾ കൗണ്ട് ചെയ്തു. അപ്പോൾ അതിനെ ഒഴിവാക്കിയത് 59-നകത്ത് നമ്മൾ ഇനി 9-നെയും കൂടെ ഒഴിവാക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 59 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വാൽ ഈക്വൽ ടു വാൽ ബൈ 10. അപ്പോൾ ഇതെന്തായി, 5 ആയി. 59 ബൈ 10 ചെയ്യുന്ന സമയത്ത് വാല് 5 ആയി.
ഇനി നമ്മൾ നോക്കാം അതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടായത്. നമ്മൾ നോക്കുക വാല് ഗ്രേറ്റർ ദാൻ 0 ആണോ? ആണ്, പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ഡിജിറ്റ് എങ്കിലും ഉണ്ട്. അപ്പോൾ എന്നിനെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ n ഇപ്പോൾ 3 ആയി. ഇനി 593 3 നമ്മളെടുത്തു, 9 നമ്മളെടുത്തു. ഇപ്പോൾ 5നെയും കൂടെ നമ്മൾ കൗണ്ട് ചെയ്തു. അപ്പോൾ ഇനി 5നെയും കളയാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ വാലിനെ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. വാൽ ഈക്വൽ ടു വാൽ ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/10 എന്ന് പറഞ്ഞ സമയത്ത് 0 കിട്ടും. 0 ആയി എന്ന് പറഞ്ഞാൽ ഇനി അതിനകത്ത് ഡിജിറ്റ്സ് ഒന്നുമില്ല. നമ്മൾ വീണ്ടും നോക്കുകയാണ് വാൽ ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഇനി ഡിജിറ്റ്സ് ഇല്ല എന്ന് മനസ്സിലായി. അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുക? n++ ചെയ്യണു, വാൽ ഈക്വൽ ടു വാൽ ബൈ 10 ചെയ്യണം. ദെൻ വാൽ ഗ്രേറ്റർ ദാൻ 0 ആണ് ചെക്ക് ചെയ്യുക. വീണ്ടും n++ ചെയ്യുക, വാൽ ഈക്വൽ ടു വാൽ ബൈ 10. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ഒരു ലൂപ്പിലിടാം. ഈ ലൂപ്പ് എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? വാൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വാൽ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് അതിലെ ഡിജിറ്റ്സ് ഒക്കെ തീർന്നു പോയി എക്സിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വൈൽ ലൂപ്പ് എഴുതി നോക്കാം. ഏത് ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ വൈൽ വെച്ചിട്ട് എഴുതാം. അപ്പോൾ വൈൽ വെച്ചിട്ട് എഴുതുമ്പോൾ വൈലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈൽ n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതായിരിക്കും കണ്ടീഷൻ. വൈൽ വാൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ n ഇൻക്രിമെന്റ് ചെയ്യണം. ദെൻ വാലിനെ ഡിവൈഡ് ചെയ്യണം. വാൽ ഈക്വൽ ടു വാൽ ബൈ 10. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്തായിരിക്കണം? ഇതിന് അകത്തേക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ പുറത്തായിട്ട് n ഈക്വൽ ടു 0 വെച്ചിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് ഇങ്ങനെ n ഇൻക്രിമെന്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലൂപ്പ് നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും? വാലിനകത്തുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വാൽ ആംസ്ട്രോങ് ആണോ എന്നാണ്. അപ്പോൾ വാൽ ആംസ്ട്രോങ് ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് ഓരോ ഡിജിറ്റ് കൊടുക്കണം. പക്ഷെ ഇവിടെ നോക്കുക, നമ്മൾ വാലിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി വാല് 0 ആയപ്പോഴാണ് എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വാല് 0 ആണുള്ളത്. നമ്മൾ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത നമ്പർ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത നമ്പറിനെ അതുപോലെ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇൻപുട്ടിന് ഒരു വേരിയബിളിൽ കോപ്പി ചെയ്ത് വെച്ചിട്ട് ആ വേരിയബിളിനെടുത്ത് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് വേണമെങ്കിൽ വേറൊരു വേരിയബിൾ ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം നം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്ത് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ 593 എന്ന് പറഞ്ഞത് നമ്മിനകത്തിരിക്കട്ടെ. എന്നിട്ട് ഈ വാൽ എന്ന് പറഞ്ഞ വേരിയബിളാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ വാലിനകത്തേക്ക് എന്ത് വെക്കാം? നമ്മിനെ ഒന്ന് അസൈൻ ചെയ്യാം. അപ്പോൾ വാലിനകത്ത് എന്ത് വന്നു? 593 വന്നു. എന്നിട്ട് വാലിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് വാല് 0 ആയിപ്പോയി. പക്ഷെ നമ്മിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇതിലെ ഓരോ ഡിജിറ്റിനെ എടുക്കണമെന്നുണ്ടെങ്കിലും ആ നമ്മ അവിടെ ഉണ്ടല്ലോ, അതെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇനി ഓരോ ഡിജിറ്റ് എടുക്കാനുള്ള ലൂപ്പ് എഴുതുകയാണ്. നേരത്തെ നമ്മൾ സം ഓഫ് ഡിജിറ്റ്സും റിവേഴ്സ് ഒക്കെ ചെയ്ത സമയത്ത് ഓരോ ഡിജിറ്റ് എടുക്കാനുള്ള ലൂപ്പ് എഴുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ആ ലൂപ്പ് അങ്ങനെ എഴുതുകയാണ്. വൈൽ നമ്മുടെ നം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മന്ന് ഓരോ ഡിജിറ്റ് എടുക്കാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മ ഒന്ന് ഓരോ ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ പ്രശ്നം ഉണ്ടാവും. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് 0 ആയി പോകും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇവിടെ നമുക്ക് വാൽ എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെ എടുക്കാം. വാൽ എന്ന് പറഞ്ഞ വേരിയബിൾ എടുക്കണം എന്നുണ്ടെങ്കിൽ വാൽ ഇപ്പോൾ 0 ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വാലിനകത്തേക്ക് നമുക്ക് നമ്മിനെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം. അപ്പോൾ വാലിനകത്തേക്ക് വീണ്ടും നമ്മൾ എന്ത് വെച്ചു? 593 വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഓരോ ഡിജിറ്റിന് എടുക്കാൻ പോവാണ്. 593യുടെ അകത്ത് നിന്ന് 3 എടുക്കാൻ നമുക്ക് 593നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുത്താൽ മതി. അത് 593% 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. അപ്പോൾ ഞാൻ R എന്നൊരു വേരിയബിൾ എടുക്കുകയാണ്. R ഈക്വൽ ടു നമ്മുടെ വാൽ %10. അപ്പോൾ ആറിനകത്ത് ഇപ്പോൾ എന്താ ഉള്ളത്? 3 ആണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 3 raised to n ചെയ്യണം. n നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 3 raised to n ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ POW എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. പവർ കണ്ടുപിടിക്കാൻ POW ഓഫ് x, y is equivalent to x raised to y. ഇവിടെ നമുക്ക് കാണേണ്ട എന്താണ്? R raised to n ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? POW ഓഫ് R, n. ആ പവർ കണ്ടുപിടിച്ചിട്ട് അതിനെ നമുക്കൊരു സമ്മിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സം എന്നൊരു വേരിയബിൾ എടുക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമ്മിൽ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സം ഈക്വൽ ടു 0 എന്ന് വെച്ചു. എന്നിട്ട് ഈ സമ്മിനകത്തേക്ക് നമ്മൾ ഓരോരോ പവറായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആദ്യം 3 raised to 3 വെക്കണം. അത് 593 3 എടുക്കുക, 3 raised to 3 വെക്കുക. അത് കഴിഞ്ഞിട്ട് 593 9 എടുക്കണം. എന്നിട്ട് 9 raised to 3 സമ്മിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കണം. പിന്നെ അതിനകത്ത് നിന്ന് 5 എടുക്കണം, 5 raised to 3 സമ്മിനകത്ത് നിന്ന് ആഡ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് പോണത്. അപ്പോൾ സം ഈക്വൽ ടു ഇപ്പോഴത്തെ സം പ്ലസ് പവർ ഓഫ് R, n. അതായത് R raised to n ചെയ്തു, സമ്മിനകത്തേക്ക് വെച്ചു.
ഇനി നമ്മുടെ 593 ഇപ്പോൾ 3 എടുത്തിട്ടാണ് നമ്മൾ പവർ കണ്ടുപിടിച്ചത്. ഇനി അതിനകത്ത് 9 എടുക്കണം. 9 എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് ചെയ്ത പോലെ 593 നമുക്ക് 59 ആക്കി മാറ്റിയിട്ട് അതിനകത്തുനിന്ന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ആയിട്ട് 9 എടുക്കാം. അപ്പോൾ 59 ആക്കാൻ എന്ത് ചെയ്യണം? വാൽ ഈക്വൽ ടു വാൽ ബൈ 10. ഇതിനെങ്ങനെ റിപ്പീറ്റ് ചെയ്യാം? അപ്പോൾ ആദ്യം 593 നമ്മൾ റിമൈൻഡർ 3 എടുത്തു. 3⁻²3 സമ്മിനകത്തേക്ക് 3⁻²3 വെച്ചു. അതിനുശേഷം വാൽ ഈക്വൽ ടു വാൽ ബൈ 10 ചെയ്തപ്പോൾ 59 കിട്ടി. ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് വാൽ %10 കണ്ടു. വാൽ %10 എന്ന് പറയുമ്പോൾ 59% 10. അപ്പോൾ 9 കിട്ടി. സമ്മിനകത്തേക്ക് 9⁻²3 വെച്ചു. വാൽ ഈക്വൽ ടു വാൽ ബൈ 10 എന്ന് പറഞ്ഞപ്പോൾ 59 മാറിയിട്ട് അത് 5 ആയി. എന്നിട്ട് 5 ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. 5% 10 ചെയ്യുന്ന സമയത്ത് 5 കിട്ടും. അപ്പോൾ സമ്മിനകത്തേക്ക് പ്ലസ് 5⁻³ കൂടെ ചെയ്തു. ദെൻ വാൽ ഈക്വൽ ടു വാൽ ബൈ 10 ചെയ്യുന്ന സമയത്ത് 0 കിട്ടും. ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ വാൽ >0 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോൾസ് ആവും, പുറത്തേക്ക് വരും. അപ്പോൾ ലൂപ്പ് ഒന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സമ്മിൽ എന്തുണ്ടായിരിക്കും? ഇതിലെ ഓരോ ഡിജിറ്റും ⁻⁴ ചെയ്തതിൻ്റെ സം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ആംസ്ട്രോങ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇഫ് ദാറ്റ് സം ഇസ് ഈക്വൽ ടു നമ്മുടെ ഇൻപുട്ട് നമ്പർ, അങ്ങനെയാണെങ്കിൽ അത് ആംസ്ട്രോങ് ആണ്. അപ്പോൾ ഇൻപുട്ട് നമ്പർ ഇരിക്കുന്നത് നം എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? ഇഫ് നം ഈക്വൽ ടു സം ആണെങ്കിൽ എന്ത് പറയണം? നമ്പർ ഇസ് ആംസ്ട്രോങ് എന്ന് പറയണം. എൽസ് printf നമ്പർ ഇസ് നോട്ട് ആംസ്ട്രോങ്. ഇതാണ് ഫസ്റ്റ് പ്രോഗ്രാം. ഇനി നമ്മൾ സെക്കൻഡ് പ്രോഗ്രാം ചെയ്യാൻ പോണത് ആംസ്ട്രോങ് നമ്പേഴ്സ് വിത്തിൻ എ റേഞ്ച് ആണ് പ്രിന്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു റേഞ്ച് ആയിരിക്കും. ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും, അതിനൊരു എൻഡിങ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തില്ല, ആ റേഞ്ചിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രം പറയാം. അപ്പോൾ ഒരു സ്റ്റാർട്ട് ഉണ്ട്, ഒരു എൻഡും ഉണ്ട്. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പോകുന്ന ഒരു ലൂപ്പ് എഴുതാൻ പോവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ എടുത്തിട്ട് ആംസ്ട്രോങ് ആണ് നോക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഫസ്റ്റ് എടുക്കുന്ന നമ്പർ സ്റ്റാർട്ടായിരിക്കും, ലാസ്റ്റ് എടുക്കുന്ന നമ്പർ എൻഡ് ആയിരിക്കും. അപ്പോൾ ഒരു ഫോർ ലൂപ്പ് എഴുതുകയാണെങ്കിൽ ഫോർ നം ഈക്വൽ ടു സ്റ്റാർട്ട്, നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ്, നം പ്ലസ് പ്ലസ്. ഇനി ഓരോ നമ്മും എന്താണോ നോക്കണം? ആംസ്ട്രോങ് ആണോ നോക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വാൽ ഈക്വൽ ടു നം എന്ന് പറയുന്നു. അതിനുശേഷം കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണു. അതിനുശേഷം പവറൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ സം ഓഫ് പവേഴ്സ് കണ്ടുപിടിക്കണം. സം ഓഫ് പവേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് ദാറ്റ് സം ഈക്വൽ ടു നമ്മുടെ നമ്പറാണോ. ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും? ആ നമ്പറിനെ അവിടെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത നം പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ അടുത്ത നമ്പർ എടുക്കും. അടുത്ത നമ്പറിനെ വീണ്ടും വാലിലേക്ക് അസൈൻ ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ചു. സം ഓഫ് ഡിജിറ്റ്സ് ⁻⁴ അത് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ സം ഈക്വൽ ടു നം ആണോ നോക്കി. ആണെങ്കിൽ നമ്മിനെ പ്രിന്റ് ചെയ്തു. ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ഇനി ഇതിൻ്റെ പ്രോഗ്രാം ഒന്ന് കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതിയതൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്ത വേരിയബിൾസ് നോക്കാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഇത് റേഞ്ച് വിത്തിൻ എ റേഞ്ച് ആണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് തന്നെ ആംസ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യണതും കൂടെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രോഗ്രാം വേറെ പറയുന്നില്ല. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പോകുന്ന റേഞ്ചിനകത്തുള്ള ആംസ്ട്രോങ് നമ്പേഴ്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് എൻഡ് എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് എടുത്തു. ദെൻ എൻ എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ്, നമ്പർ ഓഫ് ഡിജിറ്റ്സിന്. ദെൻ നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നമ്പറായിട്ട് എടുത്തിട്ട് ആംസ്ട്രോങ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സം ഓഫ് ഡിജിറ്റ്സ് ⁻⁴ അത് വെക്കാൻ വേണ്ടിയിട്ട് സം എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. ദെൻ റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് വെക്കാൻ 6 എടുത്തു. ദെൻ ഓരോ നമ്മിനെയും കോപ്പി ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാൽ എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടും എൻഡും റീഡ് ചെയ്തു, റേഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വാല്യൂ. എന്നിട്ട് നമ്മൾ ഇനി ഓരോ ആ റേഞ്ചിനകത്ത് വരുന്ന ഓരോ വാല്യൂ എടുത്തിട്ട് ആംസ്ട്രോങ് ആണോ ചെക്ക് ചെയ്യാൻ പോകും. ആണെങ്കിൽ ആ നമ്പർ അവിടെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ആംസ്ട്രോങ് നമ്പേഴ്സ് വിത്തിൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് എന്നൊരു ഹെഡിങ് ഇവിടെ പ്രിന്റ് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പോണ ലൂപ്പ് എഴുതി. അതിനകത്ത് നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ വാൽ ഈക്വൽ ടു നം എന്ന് വെച്ചു, എൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഡിജിറ്റ്സ് 0 ആക്കി വെച്ചു.
ദെൻ ഇവിടെ ഈ ലൂപ്പിനകത്ത് വൈൽ ലൂപ്പിനകത്ത് ഫസ്റ്റ് വൈൽ ലൂപ്പിനകത്ത് കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ചു. അതിനുശേഷം രണ്ടാമത്തെ വൈൽ ലൂപ്പിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സം ഓഫ് ഡിജിറ്റ്സ് റേസ്ഡ് ടു n കണ്ടുപിടിച്ചു. എന്നിട്ട് പുറത്ത് വന്നിട്ട് സം ഈക്വൽ ടു നം ആണ് നോക്കി, ആണെങ്കിൽ നമ്മിനെ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മളൊരു ലൂപ്പിനകത്താണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. എൻ്റർ ദി സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വാല്യൂസ് ഓഫ് റേഞ്ച് 100, 1000. 100-നും 1000-നും ഇടയ്ക്കുള്ള ആംസ്ട്രോങ് നമ്പേഴ്സ് വിത്തിൻ 100 and 1000 എന്ന് പറഞ്ഞിട്ട് 4 ആംസ്ട്രോങ് നമ്പേഴ്സാണ് വന്നത്. ഇനിയിപ്പോൾ ഞാനൊരു റേഞ്ച് കൊടുക്കുകയാണ് 1 to 100. 1 to 100 കൊടുത്തപ്പോൾ അതിനകത്ത് സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് മാത്രമേ ആംസ്ട്രോങ് ആയിട്ട് വരുന്നുള്ളൂ. 1 മുതൽ 9 വരെ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സൊക്കെ എന്തായാലും ആംസ്ട്രോങ് ആയിരിക്കും. ആ നമ്പർ റേസ്ഡ് ടു നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 4 ആണെങ്കിൽ ഇപ്പോൾ 4 റേസ്ഡ് ടു 1 പറഞ്ഞാൽ 4 തന്നെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സും ആംസ്ട്രോങ് നമ്പേഴ്സാണ്. ഇനി ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വൈൽ ലൂപ്പില്ലേ, നമ്മുടെ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ച വൈൽ ലൂപ്പ്, ഈ വൈൽ ലൂപ്പിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാം. ലോഗരിതം ഫംഗ്ഷൻ വെച്ചിട്ട്, അതായത് ലോഗ് ടു ദി ബേസ് 10 കണ്ടുപിടിക്കുക നമ്മിൻ്റെ. അതായത് നമ്മളിപ്പോൾ 10ൻ്റെ ലോഗ് ടു ദി ബേസ് 10 എന്ന് പറഞ്ഞത് 1 ആണ്. 100ൻ്റെ ലോഗ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 1000ൻ്റെ ലോഗ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 100ൻ്റെ ലോഗ് 2ഉം 1000ൻ്റെ ലോഗ് 3ഉം ആണെങ്കിൽ 100നും 1000നും ഇടയ്ക്കുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ ലോഗ് 2 പോയിന്റ് സംതിങ് ആയിരിക്കും വരിക. അപ്പോൾ എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും ലോഗ് എടുക്കുകയാണെങ്കിൽ 2 പോയിന്റ് സംതിങ് ആണ് വരിക. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 100 ആണ്, അത് 2.0 എന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ 2 പോയിന്റ് സംതിങ് വരും. അപ്പോൾ അതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോഗ് എടുത്തിട്ട് ലോഗ് ഓഫ് ദാറ്റ് വാല്യൂ, ലോഗ് ഓഫ് നം എടുത്തിട്ട് ലോഗ് ഓഫ് 100 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. അതിൻ്റെ കൂടെ +1 ചെയ്താൽ 100-നകത്തുള്ള 3 ഡിജിറ്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൂപ്പിനോട് മാറ്റി എഴുതാം. അതായത് n ഈക്വൽ ടു, നമുക്ക് ലോഗ് കണ്ടുപിടിക്കാനായിട്ട് ലോഗ് ടു ദി ബേസ് 10 കാണാം. ലോഗ് 10 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ലോഗ് 10 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ ലോഗാണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ നമ്മിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ലോഗ് ടു ദി ബേസ് 10 ഓഫ് ലോഗ് 10 ഓഫ് നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് 2 എന്ന് കിട്ടും. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻറ്റായിട്ടൊന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റിജർ പാർട്ട് എടുത്താൽ എന്ത് കിട്ടി, അപ്പോൾ 200 എന്നാണ് നമ്മളെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 2 എന്ന് കിട്ടി. ഇപ്പോൾ ഒരു 293 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റിജർ പാർട്ട് എടുക്കുമ്പോൾ 2 എന്നായിരിക്കും കിട്ടുക. എന്നിട്ട് അത് +1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. അപ്പോൾ 253 ആണ് നമ്മുടെ നമ്പർ എന്നുണ്ടെങ്കിൽ 253യുടെ ലോഗ് 10 ചെയ്യുന്ന സമയത്ത് 2 കിട്ടും, +1 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 253 ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെന്നുള്ളത് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ എന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ലോഗ് 10 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉള്ളത് math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ്. അത് ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ നമ്മൾ പവർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ math.h ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇതിന് ഇനി വേറെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയും ഈ ഒരു ലൂപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റും എഴുതാം. അപ്പോൾ അത്രയാണ് ഈ 2 പ്രോഗ്രാംസ് വരുന്നത്.